കാസർഗോഡ് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി ഒരു വിചിത്രമായ ചന്ദ്രഗിരി ബംഗ്ലാവ്, പടുകൂറ്റൻ ബംഗ്ലാവായിരുന്നു അത്. 2019 കോവിഡ് കാലഘട്ടത്തിൽ ഈ ബംഗ്ലാവ് വാടകയ്ക്കായി ബോർഡ് വെച്ചു. അങ്ങനെ തുച്ഛമായ വിലയ്ക്ക് ഈ ബംഗ്ലാവ് വാടകയ്ക്ക് കൊടുക്കാൻ നിലവിൽ ഉടമസ്ഥാവകാശമുള്ള അദ്ദേഹം തീരുമാനിച്ചു. അതിൽ പ്രധാനമായി തിരക്കി വന്നത് 5 പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു. അവിടെ പഠിക്കുന്നവരും ജോലി ചെയ്യുന്നതുമായ 5 പേർ. വളരെ തുച്ഛമായ വിലയേ ഉള്ളൂ. അവർക്ക് വളരെ ഈസിയായി തന്നെ അത് അടയ്ക്കാമെന്നും അവർ കരുതി. അവർ ആ ബംഗ്ലാവ് താമസത്തിനായി ഏറ്റെടുക്കുകയുണ്ടായി. ഇത്രയും തുച്ഛമായ വിലയ്ക്ക് ഈ ബംഗ്ലാവ് കൊടുക്കണമെങ്കിൽ അതിനു പിന്നിൽ എന്തെങ്കിലും വിചിത്രമായ കഥകളുണ്ടാകും. അതൊന്നും അവർ ഓർത്തതേയില്ല. എന്നാൽ അറിയുന്നവരാരും അത് പറഞ്ഞതുമില്ല. അതിനെക്കുറിച്ച് ആരും തന്നെ തേടിപ്പോയതുമില്ല. ഏജന്റ് മുഖേന ചന്ദ്രഗിരി ബംഗ്ലാവ് കണ്ട അവർക്ക് ഒരു വിന്റേജ് ലൈഫ് പോലെയാണ് തോന്നിയത്. എന്നാൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം ആർക്കും തന്നെ മനസ്സിലായില്ല. അവരെ കൂടാതെ അദൃശ്യമായ ഒരു ശക്തി കൂടി ആ ബംഗ്ലാവിലുണ്ടെന്ന കാര്യം അവർ പോലും അറിഞ്ഞില്ല. അങ്ങനെ അവർ താമസം തുടങ്ങി. ആദ്യമെല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയെങ്കിലും പിന്നീട് അങ്ങോട്ട് കാര്യത്തിന്റെ ഗതി മാറിക്കൊണ്ടേയിരുന്നു. ബംഗ്ലാവിന്റെ ഭൂതകാലത്തെക്കുറിച്ച് അറിവില്ലാത്തവരായിരുന്നു അവർ. സുഹൃത്തുക്കളിൽ പ്രധാനിയായിരുന്നു രാഹുൽ. കുളിക്കുന്നതിന്റെ ഇടയിലാണ് കുളിമുറിയുടെ വാതിൽ താനെ തുറന്നത്. കാറ്റുകൊണ്ട് തുറന്നതാവാമെന്ന് നിസ്സാരപ്പെടുത്തി. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പലയിടങ്ങളിലായി ഒരു കുഞ്ഞിന്റെ ശബ്ദവും ഒരു കുഞ്ഞ് ഓടിക്കളിക്കുന്ന രീതിയിലുള്ള പലതരം കാഴ്ചകളും അവിടെ പതിവ് കാഴ്ചയായി. ഇടയ്ക്കിടയ്ക്ക് ചുമരിൽ തെളിഞ്ഞു വരുന്ന ഒരു കുഞ്ഞിന്റെ നിഴൽ രൂപം കൂടി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടയുടൻ അവരിൽ ഭയം ഉടലെടുത്തു. രാത്രികാലങ്ങളിൽ അവർ ഉറങ്ങാൻ കിടക്കുമ്പോഴായിരുന്നു അവർക്ക് അസഹ്യമായ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങിയത്. ആത്മാക്കളുടെ സാന്നിധ്യം നമുക്കടുത്ത് ഉണ്ടെന്ന് തെളിയിക്കുന്നതിൽ പ്രധാനമാണ് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന തണുപ്പ്. അതുപോലെ ഒരു തരം തണുപ്പ് അവരിൽ എല്ലാവരിലും അർദ്ധരാത്രിയിൽ ഉടലെടുക്കാൻ ആരംഭിച്ചു. അർദ്ധരാത്രിയിൽ ആരെങ്കിലും ഒറ്റയ്ക്ക് എണീറ്റ് റൂമിലൂടെയോ വരാന്തകളിലൂടെയോ നടക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞിന്റെ നിഴൽ രൂപം അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ വിചിത്ര രൂപം കണ്ടവരും ഏറെയാണ്. ഒരിക്കൽ അവരെടുത്ത ഒരു ഫോട്ടോയിൽ ചുമരിൽ പകുതി മാത്രം വരച്ചു വെച്ച ഒരു ചിത്രം അവരുടെ മൊബൈൽ സ്ക്രീനിൽ അവർ കണ്ടുപിടിച്ചു. ആ മൊബൈൽ സ്ക്രീൻ സൂം ചെയ്യുന്ന സമയത്താണ് ആ ചുമരിൽ പകുതി മാത്രം വരച്ച ഒരു കുഞ്ഞിന്റെ രൂപം അവർ ശ്രദ്ധയിൽപ്പെട്ടത്. കഥ പൂർണ്ണമായിട്ടില്ല. ഇവിടെ നിന്നുമാണ് കഥ തുടങ്ങുന്നത്.